ഞങ്ങളുടെ ഇടവകയിൽ നിന്നുള്ള തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി സൺഡേ സ്കൂൾ കുട്ടികളും അധ്യാപകരുമായിട്ടുള്ള ഞങ്ങളുടെ യാത്ര ഭരണിങ്ങാനം, കുടമാളൂർ എല്ലാം പോയതിന് ശേഷം ഞങ്ങൾ കുറവിലങ്ങാട് മുത്തിയമ്മയുടെ അടുത്താണ് വന്നത്. ലോകത്തിൽ ആദ്യമായി മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഈ ദേവാലയത്തിലാണ്. ചരിത്രപ്രസിദ്ധമായ ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ കോട്ടയം ജില്ലയിലെ കുറവലങ്ങാട് എന്ന സ്ഥലത്താണ്. പോർച്ചുഗീസ് രൂപകൽപ്പനയിൽ പണികഴിപ്പിച്ച ഈ ദേവാലയം കാഴ്ചയിൽ അതിമനോഹരമാണ്. നടക്കും. ചില പിള്ളേരുണ്ട് പോയി കഴിഞ്ഞാൽ ഉടനെ അവിടെ നടന്നു ഇവിടെ നടന്നു. നമ്മൾ ചെല്ലുമ്പോൾ പള്ളി കയറി ശാന്തമായിട്ട് ഒരു 10-15 മിനിറ്റ് പ്രാർത്ഥിക്കണം. എന്നിട്ടാണ് നമ്മൾ വയ്യ പുറത്തേക്കൊക്കെ ഇറങ്ങാവുന്നത്. അതിനുവേണ്ടി നമ്മൾ വന്നത് തീർത്ഥാടനമായിട്ട് വന്നതാണ്. കാരണം ഇനി നമുക്കിപ്പം 3:40 4:45 4:40 പള്ളിയിൽ വണ്ടിയെ തിരിച്ചു വന്നത്. 1 മണിക്കൂർ നമുക്കുണ്ട്. ഇപ്പൊ നമ്മൾ പോയിട്ട് ഒരു കപ്പ് ചായ കുടിച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ പ്രാർത്ഥിക്കാനായിട്ടോ കാണാനായിട്ടോ ഒക്കെ പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കാനായിട്ട് ഇടവരട്ടെ. പുറത്തിറങ്ങി ഇവിടെ ഒന്നിച്ച് നിൽക്കുക. എന്നിട്ട് നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ. ഇവിടെ വരുന്ന വിശ്വാസികൾ അവരുടെ ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനായി ഈ വിളക്കിൽ എണ്ണയൊഴിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അവർക്ക് സാധിച്ചു കിട്ടുന്നു എന്ന് സാക്ഷ്യങ്ങൾ രേഖപ്പെടുത്തുന്നു. AD 105 പോർച്ചുഗീസ് രൂപകൽപ്പനയിൽ നിർമ്മിച്ച ഈ ദേവാലയത്തിൻ്റെ അതിപുരാതനവും അത്യാകർഷകവുമായ തടിയിൽ തീർത്ത സക്രാരി ഉണ്ണിയേശുവിനെ കൈകളിലേന്തിയ പരിശുദ്ധ ജനനിയുടെ തിരുസ്വരൂപം. ആയിരത്തി 550 പണി കഴിപ്പിച്ച മധുബഹയാണ് തെക്കേ സങ്കീർത്തി എന്നറിയപ്പെടുന്നത്. ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്ന തിരുസ്വരൂപം കരിങ്കല്ലിൽ തീർത്തതാണ്.
ലോകത്തിൽ ആദ്യമായി പരിശുദ്ധ ജനനി പ്രത്യക്ഷപ്പെട്ടത് കുറവലങ്ങാടാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ആടുമേയിച്ച് നടന്ന കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട് കല്ല് അപ്പമാക്കി കൊടുത്തുവെന്നും അത്ഭുത നീരുറവ നിർമ്മിച്ച് വെള്ളം കുടിക്കാൻ കൊടുത്തുവെന്നും നീരുറവയുടെ സമീപത്ത് പള്ളി പണിയാൻ ആവശ്യപ്പെട്ടുവെന്നും അങ്ങനെ മാതാവിൻ്റെ നാമത്തിൽ ഇവിടെ പള്ളി സ്ഥാപിതമായി എന്നുമാണ് വിശ്വാസം. ഈ നീരുറവയിൽ നിന്നും ജലം നുകരുന്നതിലൂടെ ആത്മീയവും ശാരീരികവുമായ സൗഖ്യവും ഉദ്ദിഷ്ടകാര്യം സാധിക്കുന്നതുമായി അനേകായിരങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. മാതാവ് പ്രത്യക്ഷപ്പെട്ട് കുട്ടികൾക്ക് കുടിക്കാൻ കൊടുത്ത ആ നീരുറവയാണിത്. ഒരുപാട് രോഗസൗഖ്യങ്ങളാണ് ഈ വെള്ളം കുടിക്കുന്നതിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ വന്ന ഏറ്റവും കുഞ്ഞി കൊച്ചിവനായിരുന്നു. അവനെ ആ വെള്ളം കുടിപ്പിക്കാൻ നോക്കുകയാണ് അവൻ്റെ അപ്പൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിമണികൾ സ്ഥാപിച്ചിരിക്കുന്നത് ഈ ദേവാലയത്തിലാണ്. 1910 ഈ പള്ളിമണികൾ നിർമ്മിച്ചത്. 1911 30,000 രൂപയ്ക്ക് ജർമ്മനിയിൽ നിന്നും വാങ്ങി കപ്പൽ മാർഗമാണ് ഇവിടെ എത്തിച്ചത്. ഇതിൻ്റെ ആദ്യത്തെ മണിക്ക് 1660 കിലോഗ്രാമും രണ്ടാമത്തെ മണിക്ക് 1170 കിലോഗ്രാമും മൂന്നാമത്തെ മണിക്ക് 710 കിലോഗ്രാമുമാണ് ഇതിൻ്റെ തൂക്കം. സപ്തസ്വരങ്ങൾ വായിക്കുവാൻ കഴിവുള്ള ഈ മണികൾ ചവിട്ടിയാണ് അടിക്കുന്നത്. മുത്തിയമ്മയുടെ പാദസ്പർശനത്തിലൂടെ അനുഗ്രഹിച്ച ഈ മണ്ണിൽ അമ്മയുടെ ദിവ്യ സാന്നിധ്യം ലക്ഷോപലക്ഷങ്ങളാണ് അനുഭവിച്ചറിയുന്നത്. കിണറിന് പ്രദക്ഷിണം വയ്ക്കുന്നതും നീന്തുന്നതും ഉദ്ദിഷ്ടകാര്യം സാധിക്കുന്നതായി അനേകായിരങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. കുറവിലങ്ങാട് മുത്തിയമ്മയുടെ മധ്യസ്ഥം വഴി ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ഉദ്ദിഷ്ടകാര്യം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.